ഹായ് ഫ്രണ്ട്സ്, ഞാൻ റീസെൻ്റ്ലി ഉപയോഗിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഏതാ പ്രൊഡക്റ്റ് എന്നല്ലേ, ബാലു ഹെർബൽസിൻ്റെ കുങ്കുമാതി ഫേസ് ഗ്ലോയിങ് ഓയിൽ. ഇതിനെ പറ്റിയുള്ള ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രോബ്ലംസിനുള്ള ഒരു റെമഡിയാണ് നമ്മുടെ ബാലു ഹെർബൽസിൻ്റെ ഫേസ് ഗ്ലോയിങ് ഓയിൽ. നമ്മുടെ ഡാർക്ക് സർക്കിൾസ്, അതുപോലെ പിമ്പിൾസ് പോയ മാർക്സ്, അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനിത് ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്കോളായി. എൻ്റെ കണ്ണിനടിയിലുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാക്കേജിങ് തന്നെ ഭയങ്കര ക്യൂട്ട് ബോട്ടിലാണ്. അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 3 ഡ്രോപ്സ് ആണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മെൻസിനാണെങ്കിലും വുമൻസിനാണെങ്കിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ടത് നൈറ്റ്, നമ്മുടെ ഓയിൽ സ്കിൻ ഉള്ളവർക്ക് ഒരു 1 hour യൂസ് ചെയ്താൽ മതി. അല്ലാത്തവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി കയ്യിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിന് താഴെ എവിടെയാണോ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് മോർണിംഗിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നന്നായി തന്നെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് മസാജ് ചെയ്യുക എവിടേക്കാണ് വേണ്ടത്. രാത്രി ഉപയോഗിച്ചതിന് ശേഷം മോർണിംഗ് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഇതിപ്പോൾ ഹൈദരാബാദിൻ്റെ 17 ഔട്ട്ലെറ്റ്സിൽ ഈ പ്രൊഡക്റ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ബാലു ഹെർബൽസിൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിളിച്ച് നമ്മുടെ സ്കിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സ്കിന്നിനെ പറ്റി ഇതാവുന്നവർക്ക് ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ചെറിയൊരു ബ്യൂട്ടി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. കടലമാവ് ഉണ്ടല്ലോ, കടലമാവ് എടുക്കുക, അതിലേക്ക് 1 സ്പൂൺ കടലമാവ് എടുക്കുക, 1/4 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. സിമ്പിളായിട്ടുള്ള ടിപ്പാണ് ഇത്. 3 പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ഈ പൊടികളിലേക്ക് 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ തൈര് ഒഴിക്കുക. എന്നിട്ട് ഈ കാണിക്കുന്ന പോലെ വൃത്തിയായിട്ട് മിക്സ് ചെയ്യുക. ഒരു നന്നായിട്ട് 5 മിനിറ്റ് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഏതാണ് നമ്മുടെ ഐസ്ക്രീം അല്ലെങ്കിൽ അടിച്ച മുട്ടയുടെ ഒരു പരുവാക്കും. അതാക്കിയ ശേഷം കഴുത്തിൻ്റെ കറുത്ത പാടുകളിലേക്ക് തേക്കുക. മുഖത്തെ രോമങ്ങൾ കളയാൻ വേണ്ടി തേക്കുക. ഓക്കെ, ടാറ്റാ. സ്കിന്നാവാൻ വേണ്ടിയിട്ട്, പിമ്പിൾസ് പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു പാക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ പാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം.
ഈ പാക്കിന് ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. ആദ്യം വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് ഡയറക്റ്റ് ആയിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലെന്നാണെങ്കിൽ പൗഡർ ആക്കിയിട്ട് യൂസ് ചെയ്യാം. പൗഡർ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് പാക്കിന് വേണ്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കാം, അല്ലാന്നാണെങ്കിൽ ഹണി യൂസ് ചെയ്യാം, അല്ലാന്നാണെങ്കിൽ കേർഡ് യൂസ് ചെയ്യാം. ഏതാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ കംഫർട്ടബിൾ അനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് ഫേസ് ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഫേസിലും നെക്കിലും ചെവിയിലും ഒരുപോലെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഞാൻ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഫേസിലും നെക്കിലും ചെവിയിലൊക്കെ ഒരുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം അതിന് മുന്നേ ഇതുപോലെ സംസാരിക്കരുത് കേട്ടോ. പാക്ക് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, റിങ്കിൾസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. വീക്കിലി 1-2 തവണ ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ഒരു വീഡിയോ, ഈ ഒരു പാക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. താങ്ക് യു സോ മച്ച്. ബൈ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുഖത്തും തലമുടിയിൽ എല്ലാം തേക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഈ കറ്റാർവാഴയുടെ ജെല്ലെന്ന് പറയുന്നത്. നമ്മുടെ തലമുടി തേക്കുകയാണെങ്കിൽ ഉലുവ തലേദിവസം വെച്ചിട്ട് കുതിർത്ത് ആ ഉലുവയും നമ്മുടെ ഈ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ മിക്സിയിലിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് തലമുടി തേക്കുന്നത് നല്ലതാണ്. നമ്മുടെ താരൻ പോകുന്നതിനും പിന്നെ നല്ല ഒരു ഷൈനസ് നമ്മുടെ മുടിക്ക് കിട്ടുന്നതിനും ഒക്കെ നല്ലത് കറ്റാർവാഴയുടെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അതല്ലാതെ നമ്മുടെ മുഖത്ത് പറ്റണമെങ്കിൽ ഈ കറ്റാർവാഴയുടെ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ട് അതിന്റെ ജെല്ല് നമ്മുടെ മുഖത്തിട്ട് വെറുതെ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരുന്നാൽ നന്നായിട്ട് നമ്മൾ വീട്ടിലിരിക്കുകയാണല്ലോ ഇപ്പോൾ, അപ്പൊ നന്നായിട്ട് അതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമുക്ക് വാഷ് ചെയ്ത് കളയാതെ. ഇത് നമ്മുടെ മുഖത്തിന് നല്ല ഒരു ഗ്ലേസ്നെസ് കിട്ടും, നല്ലൊരു തിളക്കമായിരിക്കും. അപ്പൊ നല്ല ഭംഗിയായി നമ്മുടെ മുഖം ക്ലിയർ ആവുന്നതിന് ഏറ്റവും നല്ലതാണ്. അതല്ലെങ്കിൽ കറ്റാർവാഴയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട്